ഹലോ ഫ്രണ്ട്സ്, തെക്കൻ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ വീട്ടിലുള്ള സാധാ റിമോട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇന്ന് റീചാർജബിൾ റിമോട്ട് ആക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റിമോട്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പഴയൊരു റിമോട്ടാണ്. അപ്പോൾ ഈ റിമോട്ടാണ് നമ്മളിന്ന് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ളതൊരു ബാറ്ററിയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് പഴയൊരു ഫോണിൻ്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററി നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവും നെഗറ്റീവും കാണുന്നുണ്ട്. അതിൽ നമ്മൾ 2 വയർ കണക്ട് ചെയ്തെടുക്കുക. 2 കളറിലുള്ള വയർ കണക്ട് ചെയ്താൽ അത്ര എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയൊരു ബോർഡാണ്. ഈ ബോർഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനുള്ളതാണ്. ഈ ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കൊരു ഫോൺ ചാർജ് കണക്ട് ചെയ്യാനുള്ള ഫീമെയിൽ സോക്കറ്റും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റിമോട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ തിക്കി ഇളക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിമോട്ട് ഫുള്ള് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ബാറ്ററി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളെ കമ്പോണൻസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബോർഡ് പരിചയപ്പെടാം. ഇതിൽ ഔട്ട് നെഗറ്റീവ്, ഔട്ട് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് റിമോട്ടിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ളത്. ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ബാറ്ററിയിൽ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ളത്. അതുകൂടാതെ നമുക്ക് ഫോണിൻ്റെ ചാർജർ കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കാണാനുണ്ട്. അവിടെയാണ് ഫീമെയിൽ സോക്കറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാനുള്ളത്. ഇതിൽ 2 ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റെഡും ഒന്ന് ഗ്രീനുമാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് കത്തും, ചാർജ് ഫുള്ളാവുന്ന സമയത്ത് ഗ്രീൻ കത്തുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫീമെയിൽ സോക്കറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ടൗൺ വയർ നമ്മൾ ഇട്ടിട്ടുണ്ട് റിമോട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇതിൽ ബ്ലാക്കും റെഡും ഒന്നും കണക്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന വയറാണ് നമുക്ക് റിമോട്ടിൽ കണക്ട് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ റിമോട്ടും എടുത്തിട്ടുണ്ട്. ഈ റിമോട്ടിൽ പോസിറ്റീവും നെഗറ്റീവും കാണാം. ഈ പോസിറ്റീവ് നെഗറ്റീവിലുമാണ് നമുക്ക് ആ 2 വയർ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വയർ 2 കണക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട് സംഭവം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം നമുക്കൊന്ന് റിമോട്ടിൽ ഫുൾ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിയും ബോർഡും ഒക്കെ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിമോട്ടിൽ തന്നെ നമുക്ക് വച്ചൊന്ന് നോക്കുക. അതിനുശേഷം ഇതുപോലെ ആ തള്ളി നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നാലേ റിമോട്ടിൽ ബാറ്ററി നമുക്ക് നല്ല ഫിക്സായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോർഡ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മൾ ബോർഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പവർ കൊടുത്തൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ ചാർജറാണ് നമ്മൾ കൊടുത്തു നോക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ വർക്കാവുന്നുണ്ട്. കണ്ടില്ലേ, റെഡ് കളർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്താണ് റെഡ് കളർ കത്തുന്നത്. ചാർജ് ഫുള്ളാവുന്ന സമയത്ത് നമുക്കൊരു ഗ്രീൻ കളർ ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ചാർജിങ് നടക്കുകയാണ് ഇതിൽ. അപ്പോൾ നമ്മൾ റീചാർജബിൾ റിമോട്ടിൻ്റെ വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറകിലത്തെ അടപ്പൊന്ന് അടച്ചെടുക്കാം. അതുകൂടി നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ കിട്ടാൻ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിമോട്ട് നല്ല വർക്കാവുന്നുണ്ട്. കണ്ടല്ലേ, ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കമ്പോണൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ.